നമ്മളേറെ സ്വപ്നം കണ്ട് പാകിയ ചെറിയ ചെറിയ വിത്തുകളിൽ ഇതുപോലെ ജീവൻ്റെ പുതിയ തുടിപ്പുകൾ വരുമ്പോൾ അതൊരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ. അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. നമ്മൾ കഴിഞ്ഞ ദിവസം പാകിയ പച്ചക്കറി വിത്തുകളിൽ ബീൻസ് നല്ല കരുത്തായിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ക്യാബേജും വളർന്നിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ക്യാബേജ് മുട്ടക്രോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു, എന്താ ഈ ക്യാബേജ് അല്ല മുട്ടക്രോസ് എന്താണെന്ന് കേട്ടോ. നമ്മളൊക്കെ ഇവിടെ ഇങ്ങനെ പറയൂ കേട്ടോ, കാരണം അതൊരു മുട്ട പോലെയാണല്ലോ ഇരിക്കുന്നേ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ക്യാരറ്റിന് വലിയ അനക്കമൊന്നുമില്ല കേട്ടോ, അത് മുളച്ച് വരുന്നേ ഉള്ളായിരിക്കും. പിന്നെ നമ്മൾ പാകിയത് ബീട്രൂട്ടായിരുന്നു, അതും പതിയെ ഒന്ന് പൊടിച്ച് തുടങ്ങി. പതിയെ മുളച്ച് തുടങ്ങിയവർക്ക് ഇനി ചെറിയതല്ല കേട്ടോ, വലിയ സംരക്ഷണം തന്നെ നമ്മൾ കൊടുക്കണം. എങ്കിലല്ലേ ഇവർക്ക് വളർന്നു വലുതായി കൂടുതൽ വിളവിലേക്ക് എത്താനായിട്ട് കഴിയുള്ളൂ. അതിന് ആദ്യ സ്റ്റേജ് എന്ന നിലയ്ക്ക് നമ്മൾ ഇന്നതേ വെള്ളം കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇങ്ങനെ എന്നും വന്ന് നോക്കണം കേട്ടോ. മുളച്ച് തുടങ്ങിയാൽ പിന്നെ നമ്മൾ എന്നും വന്ന് നോക്കണം, അതിനാവശ്യത്തിനുള്ള വെള്ളമുണ്ടോ, അതിന് എന്തെങ്കിലും പ്രാണികൾ വന്ന് കൊണ്ടുപോകുന്നുണ്ടോ, ഈ വക കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ അവർക്ക് താങ്ങായിട്ട് തന്നെ നിൽക്കണമല്ലോ. അന്ന് നമ്മൾ വിത്ത് പാകിയപ്പോഴും മഴയായിരുന്നു, ഇന്ന് ദൈവർക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി വന്നപ്പോഴും മഴയാണ് കേട്ടോ. പതിയെ പെയ്തു തുടങ്ങിയ മഴ പിന്നെ അങ്ങോട്ട് ശക്തി പ്രാപിച്ചു വന്നിട്ടുണ്ട്. നമ്മുടെ പെറ്റൂണിയനെ കാണിച്ചില്ലെങ്കിൽ അതങ്ങ് മോശമായി പോകില്ലേ അല്ലേ. പെറ്റൂണി എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ നിന്ന് നമ്മുടെ പെറ്റൂണിയ എവിടം വരെ എത്തുമെന്ന് നമുക്ക് കണ്ടറിയാം കേട്ടോ. ഒരു പരീക്ഷണം കൂടി ആകട്ടെ അല്ലേ. ഇതുപോലെ കട്ടകെട്ടി നിന്നാലും നമുക്ക് എത്രമാത്രം പൂ ലഭിക്കും, എത്ര പ്ലാന്റ് നമുക്ക് കിട്ടും എന്നൊക്കെ അറിയാമല്ലോ. ഇന്ന് നമുക്ക് വേറെ കുറച്ച് പ്ലാന്റിനും കൂടെ താങ്ങ് കൊടുക്കാനുണ്ട് കേട്ടോ. ഇത് രാവിലെ എടുത്ത വീഡിയോയാണ്, ഒരു ഉച്ചയായപ്പോൾ എടുത്തതായിരുന്നു കേട്ടോ നമ്മുടെ വിത്തുകൾക്ക് വെള്ളം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത് നല്ല തെളിഞ്ഞ മഴയില്ലാത്ത കാലാവസ്ഥയിൽ നിൽക്കുന്നത്. നമ്മൾ വാങ്ങിയ ബഡ് റോസിൽ നല്ല വലിയ 2 മുട്ടുകൾ വന്നു കേട്ടോ. ഇപ്പം ആശാമാർ വിരിഞ്ഞിട്ടുണ്ടേ. അങ്ങനെ അവർക്ക് നമ്മളൊരു കമ്പൊക്കെ കുത്തി ഒരു വള്ളിയൊക്കെ ഇട്ട് കെട്ടിക്കൊടുത്തു. ഇനി പൂവിൻ്റെ വെയിറ്റ് കാരണം മറിഞ്ഞു പോകണ്ടല്ലോ. അതുപോലെ തന്നെ ഒരു പീച്ച് ക്ലൈമ്പിംഗ് റോസ് ഉണ്ട് കേട്ടോ. ആശാനിൽ ഒരു മൊട്ട് കണ്ടത് കഴിഞ്ഞ ദിവസമാണ്, അപ്പോൾ പിന്നെ വിട്ടുകൊടുത്തില്ല. അവർക്കും കൊടുത്തിട്ടുണ്ട് ചെറിയൊരു താങ്ങ്. നമ്മളല്ലേ ഇവർക്ക് താങ്ങ് കൊടുക്കാനും തണൽ കൊടുക്കാനും പുഴുവുണ്ടെങ്കിൽ പിടിച്ചു മാറ്റാനും അതുപോലെ ആവശ്യത്തിന് വെള്ളം കൊടുക്കാനും തണൽ കൊടുക്കാനും ഒക്കെ നമ്മളല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇവരെ ഇങ്ങനെ ചട്ടിയിലൊക്കെ വെച്ച് വളർത്തിയിട്ട് വെറുതെ എന്തിനാലേ, വെറുതെ നമ്മൾ അവരുടെ ജീവിതം നശിപ്പിക്കുന്നു. ആ ഒരു രീതിയിലേക്കായി പോകേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഈ ഒരു റോസ് ഇതങ്ങ് ചാഞ്ഞ് കിടക്കുന്ന കേട്ടോ. അപ്പോൾ പിന്നെ ആൾക്കും കൂടെ ചെറിയൊരു താങ്ങ് കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഇത്രയൊക്കെ പരിപാടികൾ ഉണ്ടായിരുന്നുള്ളൂ നീ. അപ്പോൾ ഞായറാഴ്ചയായിട്ട് നിങ്ങൾക്ക് എന്താണ് പരിപാടിയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നാളത്തെ വീഡിയോയിൽ കാണാം.